രാഹുവിൻ്റെ ചാരഫലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രരാശിയിൽ നിന്നും രാഹു 1 തൊട്ട് 5 വരെയുള്ള രാശികളിൽ സഞ്ചരിച്ചാലുള്ള ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 6ാമത്തേതാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ പറയുന്നു, മറ്റുള്ള ഗ്രഹങ്ങളുടെ ചാരഫലവും കൂടി നോക്കിയിട്ട് വേണം ഫൈനൽ ഡിസിഷനിലെത്താൻ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ലഗ്നത്തിൽ നിന്നുകൂടി നോക്കണം, ചന്ദ്രനിൽ നിന്നുകൂടി നോക്കണം, ലഗ്നത്തിൽ നിന്നുകൂടി നോക്കണം, പിന്നെ അഷ്ടവർഗ പോയിന്റ് ഒക്കെ നോക്കണം. അത് എല്ലാവരുടെയും ജാതകത്തിൽ പല വിധത്തിലായിരിക്കത്തില്ലോ. അപ്പോൾ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. നേരത്തെയുള്ള 2 വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, 4-ലുള്ളതിനേക്കാൾ ഇച്ചിലൂടെ ഫലം കൂടുതൽ കിട്ടും 5-ൽ സഞ്ചരിക്കുമ്പോൾ. ഇനി 6-ൽ സഞ്ചരിച്ചാൽ അതിനേക്കാളും ഇച്ചിരിയും കൂടി ഫലം കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റിയ സമയമാണിത്. ഇപ്പോൾ 6-ൽ സഞ്ചരിക്കുന്നത് കന്നിരാശിക്കാർക്കല്ലേ. കന്നിരാശിക്കാർക്ക് കണ്ടകശനിയുടെ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ ഇതുകൊണ്ട് ആ ദോഷങ്ങൾ ഇച്ചിരി കുറഞ്ഞിരിക്കും. ധനപരമായിട്ടൊക്കെ നേട്ടങ്ങൾ വരുത്താൻ പറ്റിയ സമയമാണിത്. അതുപോലെ ബിസിനസ്സിൽ നിന്നൊക്കെ ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ്. എന്തെങ്കിലുമൊക്കെ വസ്തുവകളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ ജാതകം കൂടി നോക്കിച്ച് രാഹു ഗ്രഹചാരപ്രകാരം വാങ്ങിക്കാൻ പറ്റിയ സമയമാണ്. കോടതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കേസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ മറ്റുള്ള എതിർകക്ഷിയുടെയും കൂടെ നോക്കണം, അയാൾക്ക് ഇതിനേക്കാൾ നല്ല സമയമാണെങ്കിൽ നമുക്ക് കിട്ടുകയില്ല. അങ്ങനെയാണ് ഇലക്ഷനൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ പറ്റുന്നത്. അതുപോലെയാണ് ഇവിടെയും. ഏതെങ്കിലും വിധത്തിൽ അമ്മാവന്മാർ, ഇപ്പോൾ അമ്മയുടെ ആങ്ങളമാരില്ലേ, അവരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. നേരിൽ ധനം തരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ധനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരികയൊക്കെ ആവാം. എങ്ങനെയാലും അവരിൽ നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി കിട്ടാവുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടും. നമ്മുടെ ശത്രുക്കളെയൊക്കെ നേരിടാൻ പറ്റും. അതുപോലെ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ നമുക്കൊരു ആത്മവിശ്വാസം തോന്നുന്ന സമയമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലും അതുപോലെ നമ്മുടെ ജോലിപരമായ കാര്യങ്ങളിലും കുടുംബപരമായ കാര്യങ്ങളിലൊക്കെ ഒരിത്തിരി ഒരു ഡെവലപ്മെൻറ്റ് വരുന്ന സമയമാണ്. ഇത് കടത്തിൻ്റെ സ്ഥാനമാണ്. അതുപോലെ തന്നെയാണെങ്കിൽ അസുഖങ്ങളുടെ സ്ഥാനമാണ്, ശത്രുക്കളുടെ സ്ഥാനമാണ്. അപ്പോൾ രാഹു എല്ലാം കൂട്ടുന്ന ഒരു ഗ്രഹവും കൂടിയാണ്. അപ്പോൾ രാഹുവിൻ്റെ 6ാം രാശിയിൽ കൂടിയുള്ള ഈ ഗ്രഹസഞ്ചാരം ചിലപ്പോൾ ഇതൊക്കെ കൂട്ടാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്ന് അലേർട്ടായിരിക്കണം. കണ്ണു അടച്ചങ്ങ് എനിക്കൊന്നും വരത്തില്ലെന്ന് പറയരുത്. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഒക്കെ സ്ഥിതി അനുസരിച്ച് ചിലപ്പോൾ ഈ ഫലങ്ങളിൽ വ്യത്യാസം വന്നേക്കാം. നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നവർക്ക് കടം വീട്ടാൻ പറ്റുന്ന സമയമാണിത്. അതുപോലെ തന്നെയാണെങ്കിൽ ധനസമ്പാദനത്തിന് പറ്റിയ സമയമാണ്. പക്ഷെ ഇതൊന്നും അറിയാത്തവർക്ക്, ഇങ്ങനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാത്തവർക്ക് ഇതൊക്കെ നഷ്ടം വരാനുള്ള സാധ്യത ഉണ്ടെന്നും കൂടി നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. വളരെ കാലമായി എന്തെങ്കിലും മാറാവ്യാധികൾ കൊണ്ടൊക്കെ അലച്ചിൽ അനുഭവപ്പെട്ടിരുന്നവർക്ക് അതിൽ നിന്ന് ഒരു കുറച്ച് റിലീഫ് വരുന്ന സമയമാണ്. കടത്തിൻ്റെ സ്ഥാനമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കടം വാങ്ങി ഒരു ബിസിനസ്സിലൊന്നും ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചങ്ങ് പോവുകയില്ലേ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ധനപരമായ നേട്ടമുണ്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴേ എടുത്ത് ചാടരുതെന്നാണ് പറഞ്ഞത്. നമ്മൾ ദശാകാലമൊക്കെ ഒന്ന് നോക്കിച്ചേച്ച് വേണം പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങുകയാണ്. കാരണം ദശാകാലമാണ് ഇമ്പോർട്ടൻ്റ്. ഇതിന് അതിനേക്കാളും കുറച്ച് പ്രാധാന്യമേ ഉള്ളൂ. പിന്നെ മറ്റു ഗ്രഹങ്ങളുടെ ഗ്രഹചാരം പറയുമ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് ഏതാണോ കൂടുതൽ പോസിറ്റീവ് കാണുന്നത് അത് നമ്മൾ സ്വീകരിക്കുക, നെഗറ്റീവ് കാണുന്നത് തള്ളിക്കളയുകയും ചെയ്യാം. വളരെ കാലമായിട്ട് ദുരിതം അനുഭവിച്ചിരിക്കുന്നവർക്ക് നല്ല കാലം വരേണ്ട സമയമാണ്. പക്ഷേ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ശനിയുടെ രാശിദൃഷ്ടിയുണ്ട്. അത് അല്പം കഠിനമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കണം. കലാരംഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ പ്രശസ്തി വർദ്ധിക്കുന്ന സമയമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, അല്ലാതെ ഒന്നും കിട്ടത്തില്ല. എന്നാലും ചിലർക്ക് എത്ര കഠിനമായിട്ട് പ്രവർത്തിച്ചാലും കിട്ടുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കഠിനമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയം വരും. നാഗരാജാ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് കൊണ്ട് ഗുണഫലങ്ങൾ കൂടും. അർച്ചനയും വഴിപാടും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. പൊതുവെ പാപഗ്രഹങ്ങൾ 6-ൽ സഞ്ചരിക്കുമ്പോൾ നല്ല സമയമാണെന്ന്. ഇപ്പോൾ കന്നിരാശിക്കല്ലേ 6-ൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ പുലർത്തണം. ഓവർ കോൺഫിഡൻസ് നല്ലതല്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ തുടങ്ങുകയൊക്കെ ഉള്ള സമയമാണെങ്കിൽ, അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ വിൽക്കാനുള്ള സമയമാണെങ്കിൽ അതൊക്കെ അടുത്തുള്ള ക്ഷേത്രത്തിലെ തിരുമേനിയെ കൊണ്ടോ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരെ കൊണ്ടോ നോക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഒരു പൊതുഫലം പറഞ്ഞതേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ശാന്തി കിട്ടും. അമ്പലങ്ങളിലൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഗുണഫലങ്ങൾ കൂടുക തന്നെ ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ രാഹു ഒരു രാശിയിൽ 18 മാസവും
ഒരു രാശിചക്രം ചുറ്റിത്തിരിഞ്ഞു വരാൻ 18 വർഷവുമാണല്ലോ എടുക്കുന്നത്. ഇപ്പോൾ രാഹു കുംഭത്തിലാണ്. ഇപ്പോൾ കന്നി രാശിക്കാർക്കാണ് രാഹു 6-ൽ സഞ്ചരിക്കുന്നത്. നേരത്തെ അത് തുലാം രാശിക്കാർക്കായിരുന്നു രാഹു 6-ൽ സഞ്ചരിച്ചത്. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഈ തുലാം രാശിക്കാരുടെ കാര്യം പറഞ്ഞല്ലോ. തുലാം രാശിക്കാരൊക്കെ അറിയാമെങ്കിൽ അവർക്ക് 1.5 കൊല്ലം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കാമെങ്കിൽ നമുക്കും അതുപോലെയൊക്കെയുള്ള ഫലങ്ങൾ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഓം നമഃ ശിവായ.